Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു ആലിപ്പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഭൂമി ഒരു പരദീസാണെന്ന് നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ അതായിരുന്നോ ഭൂമി? ഇത് സംഘർഷഭരിതമായ ഒരു വേദിയാണ്. രണ്ട് വലിയ ലോകമഹായുദ്ധങ്ങൾ, നൂറുകണക്കിന് മറ്റ് യുദ്ധങ്ങൾ, കലാപങ്ങൾ, വർഗീയ ലഹളകൾ, സ്ഫോടനങ്ങൾ, മരണം, കണ്ണീർ വിലാപങ്ങൾ. ഈ സമാധാന ദിനത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് യുദ്ധവും സംഘർഷങ്ങളും ഇല്ലാത്ത ഒരു ഭൂമിയാണ്. ദേശത്തിന്റെയും വർണ്ണത്തിന്റെയും മതത്തിന്റെയും പേരിൽ സംഘർഷങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളും ഇല്ലാത്തൊരു ഭൂമി നിങ്ങളുടെ തലമുറയ്ക്ക് അതിനാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന ഓർമ്മകൾ മാത്രമേ മനുഷ്യരിപ്പോ മനസ്സിൽ സൂക്ഷിക്കാറുള്ളൂ. വല്ല വിശപ്പുണ്ടാക്കുന്ന ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ തടിയെങ്കിലും നന്നായേനെ. നമ്മുടെ മാതാപിതാക്കൾ എന്തായാലും കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്കും കത്തിയൊന്നും മേടിച്ചു തന്നില്ല. ഹായ്, താണ്ടെ മിക്കു. ഹായ് മിക്കു, ഹൗ ആർ യു? ഫൈൻ. ഐ ആം ഫൈൻ. പക്ഷേ കാട്ടിലെല്ലാം അത്ര ഫൈനല്ല. അതെന്താ മിക്കു? അതെ, അതെന്താണെന്ന് എനിക്ക് അത്ര കൃത്യമായിട്ടറിയില്ല. പൊടിക്കളമാണ് പറഞ്ഞത്. പുളി നല്ല കലിപ്പിലാണ്. ഇന്നിനി പോവാൻ പറ്റില്ലല്ലോ, നേരം പോയി. നാളെ ഹർത്താലല്ലേ, അപ്പോ രാവിലെ ഞങ്ങൾ വരാം. അതുവരെ കൺട്രോൾ ചെയ്യാൻ പൊടിക്കളത്തിനോട് പറയണേ. നാളെ എന്തിനാ ഹർത്താല്? പട്ടി കുട്ടിയെ കടിച്ചു. അപ്പോ നാളെ രാവിലെ കാണാം. ഓ ശരി ശരി, ബൈ ബൈ. തലയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്ക്, ശരീരം ഒന്ന് തണുക്കട്ടെ. ഞങ്ങൾ കുടുംബത്തിൽ പിറന്ന പൂച്ചകൾ വെള്ളം ദേഹത്ത് തൊടാറില്ല. അതായത് കുളിക്കാറില്ലേ? അങ്ങനെയും പറയും. നിങ്ങൾ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വെള്ളത്തിന് വേണ്ടി അടിപിടി കൂടി നടക്കുമ്പോൾ ഞങ്ങൾ കുളിക്കാതെ നടക്കും. നീ കുളിച്ച് പഠിക്കുമാവൂ. എന്റെ ലൈഫിന്റെ കിളി പോയി. ഇതിനി എങ്ങനെ ഉണങ്ങും? സൂര്യന്റെ വാളിച്ച ചിരി മാത്രമേ ഉള്ളൂ, ഒട്ടും ചൂടില്ല. ഇനി മഴക്കാലം കഴിയുന്നതുവരെ എല്ലാ ദിവസവും അങ്ങ് കുളിച്ചോ. ഈ മഴക്കാലത്തും പൊടിക്കളം കുളിക്കുവോ? അങ്ങനെ ചോദിക്കൂ കുട്ട. അതെ, കുളി ദൈവം സൃഷ്ടിച്ചിട്ടില്ല. കുളി സത്യത്തിലൊരു അഹങ്കാരമാണ്. അതാണ് ഈ പൂച്ച കുളിക്കാത്തത്. നമുക്കൊരു സീരിയസ് കാര്യം ചർച്ച ചെയ്യാനുണ്ട്. വാ പറയാം. എന്താ പ്രശ്നം? പ്രശ്നം ഗൗരവം. നമ്മുടെ കാട്ടിലെ പരപ്പൻ പാറയുടെ അടുത്ത് വലിയൊരു കാട്ടുമാവുണ്ട്. ഇന്നലെ ഞാൻ ഈ മിക്ക് പറഞ്ഞിട്ട് മാമ്പഴം പറിക്കാൻ പോയതാ. അന്നേരം ഇവളൊരു കാഴ്ച കണ്ടു. എന്തായിരുന്നു ആ കാഴ്ച? പറയാം, കണ്ട കാഴ്ച ഞാൻ പറയാം. മരത്തിന് കൊമ്പിലിരുന്ന് ഞാൻ ഒരു സംസാരം കേട്ടിട്ടാണ് താഴേക്ക് ശ്രദ്ധിച്ചത്. എടാ പരമം കുറുക്ക, നിന്റെ ഒരു വർഷത്തെ ജീവിതത്തിൽ നീ എത്ര ദിവസം കാട്ടിലുണ്ടാകും?
അല്ലെങ്കിൽ എത്ര ദിവസം ജയിലിലുണ്ടാകും? പിന്നെ ജയിൽ എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. പിള്ളേർക്ക് കഞ്ചാവ് കൊടുത്ത കേസിൽ അകത്തായി, ഇപ്പൊ പുറത്തായി. ഇനി എപ്പോഴാണാവോ അകത്തേക്ക്? അതെപ്പോ വേണമെങ്കിലും ആകാം. ഓരോ ജയിൽവാസവും ഓരോ അനുഭവമാണ്. എനിക്ക് പുതിയൊരാശയം കിട്ടിയിട്ടുണ്ട്. അതെന്തോന്നാടാ? കാട്ടിലും നാട്ടിലും നമ്മുടെ ആളുകൾ ഉപയോഗിച്ച് സംഘർഷമുണ്ടാക്കണം. അതിനിടയ്ക്ക് നമ്മൾ കാര്യം കാണണം. പക്ഷെ അതെങ്ങനെ സാധിക്കും? ആശാന്റെ മനസ്സിൽ ആരോടെങ്കിലും കലിപ്പുണ്ടോ? ഉണ്ട്, പലരോടും. ഇപ്പൊ പറയണ്ട. അതിങ്ങനെ ഓർമ്മിച്ച് 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 അതൊരു കട്ട കലിപ്പാക്കണം. പിന്നെ അതിനെ വെറുപ്പാക്കണം. പിന്നെ പ്രതികാരം. എന്റെ ഓർമ്മയൊക്കെ പോയല്ലോ രമാ. ആശാൻ ഓർമ്മകളെ വിടരുത്, പിടിച്ചു വെക്ക്. ഓർമ്മകളുടെ തികവിൽ നിന്നാണ് കട്ടക്കലിപ്പും വെറുപ്പും ഉണ്ടാകുന്നത്. നമ്മുടെ കാട്ടിലെ കുറെ സത്യവാന്മാരുണ്ട്. ആ മിക്ക കുരങ്ങൻ, പൊടിക്കളം കൊമ്പൻ, ഇവരൊക്കെ മനുഷ്യന്മാരുടെ കൂടെയാ. ആയിക്കോട്ടെ, മനുഷ്യരുടെ കൂടെയുണ്ടായിരുന്ന കുറച്ച് വാനരന്മാരെ ഞാനങ്ങ് പൊക്കി. എന്നാ വിളിക്കടാ പരമാവരെ. എന്തോ നാടാ നിങ്ങളുടെ ഈ കുലത്തിന്റെ പേര്? അത് ആശാൻ അറിയില്ലേ? അതല്ലടാ, നിങ്ങൾ തന്നെ പറ. പട്ടികൾ. ആചാര്യ, പട്ടികൾ പട്ടികൾ. അയ്യോ, അതൊരു മൂന്നാംകിട പേരായല്ലോടോ. മനുഷ്യരുടെ മൂട് താങ്ങികളുടെ പേര് പട്ടികൾ. ഓ, ഞങ്ങളെ അപമാനിക്കാൻ വിളിച്ചു കൊണ്ടുവന്നാണോ? അടക്കടാ, പറയാം. പണ്ടേ നമ്മളൊക്കെ ഒരൊറ്റ വംശം, ഒരേ സ്വഭാവം, കാടിന്റെ മക്കൾ. പക്ഷേ കാലുമാറിയത് നിങ്ങളാ, മനുഷ്യന്റെ വാലാട്ടികൾ. ആശാനെ, വേണ്ട വേണ്ട. ഞങ്ങ മാറിഞ്ഞില്ലടാ, പറയാൻ കഥയുണ്ട്. അടിമത്തത്തിന്റെ കഥ. അയ്യേ, കുലംകുത്തികളുടെ തലമുറയാ ഇവരുടേത്. കഥ ഞാൻ പറയാം. കാടിന്റെ വിളികൾ എന്ന ചരിത്ര പുസ്തകത്തിൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു കാൽമാറ്റത്തിന്റെ കഥ. നമ്മുടെ മുത്തപ്പന്മാര് കാട്ടിൽ വിലസി നടക്കുന്ന കാലം. പണ്ടാണ് നമ്മുടെ ചെന്നായക്കൂട്ടത്തിന് ചെന്നായ. ആ പേരിന്റെ ഗാംഭീര്യം ഒന്ന് പറയടാ. ചെന്നായ. അങ്ങനെ നമ്മുടെ ചെന്നായക്കൂട്ടത്തിൽ നേതാക്കളെ 2 പേരായിരുന്നു, ഡോഗ്ലറും വുൾഫറും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വുൾഫർ, ഈ കുട്ടി മാത്രമേ ഉള്ളൂ, ഉപദ്രവിക്കരുത്. അവര് പോയിക്കോട്ടെ. ചെന്നായകൾക്ക് കരുണയോ? ഇത് നമ്മുടെ ആഹാരമാണ്, മാറി നിൽക്ക. ഇവരെ തുടരുത്. ഡോഗ്ലർ പറഞ്ഞതാണ് ശരി. അംഗസംഖ്യ കൂടുതൽ ഡോഗ്ലർ പറഞ്ഞതിനാണ്. വുൾഫർ, നിങ്ങളിപ്പോ പോ. നിങ്ങൾ കുലംകുത്തികളാണ്, അനുഭവിക്കും. ഇവരെ ഞങ്ങൾ നോക്കും, സംരക്ഷിക്കും. അതെ, നമുക്ക് പിരിയാം. ഓർത്തിരുന്നോ, ഒരു നാൾ വരും, അന്ന് നിങ്ങളെ മനുഷ്യരാട്ടി പുറത്താക്കും, എറിഞ്ഞു കൊല്ലും. ആയിക്കോട്ടെ, അത് അന്തസ്സോടെ ഞങ്ങൾ അങ്ങ് സഹിക്കും. കാണാം. അങ്ങനെ ഇടയബാലന്റെ, അതായത് മനുഷ്യരുടെ കൂട്ടത്തിൽ പോയ ഡോഗ്ലറിന്റെ നേതൃത്വത്തിലുള്ള ചെന്നായ്ക്കളെ ഡോഗ്സ് എന്നും കാട്ടിലേക്ക് പിൻവാങ്ങിയ വുൾഫറിന്റെ കൂട്ടത്തെ വൂൾസ് എന്നും വിളിച്ചു. അപ്പോ ഈ വർഗത്തിൽപ്പെട്ട ഞങ്ങളോ? ഈ 2 വിഭാഗത്തിലും പെടാതെ ഈ പാർപ്പുറത്ത് കയറിയിരുന്നിട്ടേ എന്ന് കൂക്കി വിളിച്ച കുറെ കോഞ്ഞാണന്മാരുണ്ടായിരുന്നല്ലോ, അവരെ ഉറക്കന്മാരെന്നും വിളിച്ചു. ഷെയിം. പക്ഷെ ഞങ്ങൾ സ്ത്രീകളായിരുന്നു. അതെ, അതുകൊണ്ട് കൂടുതലും പേർ മനുഷ്യന്റെ തല്ലുകൊണ്ട് ഞെടുങ്ങി ചത്തു. ബാക്കി പേരെ ഈ പട്ടികളുടെ വംശം അടിച്ചും കടിച്ചും ഓടിച്ചു. ആയിക്കോട്ടെ, ഈ വർഗത്തെ കൊണ്ട് തന്നെ ഞാൻ മനുഷ്യരോടുള്ള പ്രതികാരം ചെയ്യും. ഇതൊരു സ്വാതന്ത്ര്യ സമരം. മനുഷ്യരുടെ കൂടെയുള്ള അടിമത്വ ജീവിതം തുലയട്ടെ. പ്രതികാരം ചെയ്യണം, സംഘർഷം സൃഷ്ടിക്കണം. നാടിന്റെ സ്വൈര്യവും സമാധാനവും സന്തോഷവും എല്ലാം തല്ലിക്കെടുത്തണം. മനുഷ്യരുടെ വളർത്തുമൃഗങ്ങൾ, കുട്ടികൾ, ചുരുക്കി പറഞ്ഞാൽ പ്രായവ്യത്യാസമില്ലാതെ എല്ലാത്തിനെയും നിരത്തിക്കടിക്കണം. എങ്ങനെയുണ്ട്? അതെ, സ്വന്തം തടി നിങ്ങൾ തന്നെ നോക്കണം കേട്ടോ. അഥവാ ചത്താൽ വീരമൃത്യു, സ്വന്തം ജാതിയുടെ പേരിലുള്ള മൃത്യു.
വീരമരണം. ഇതാണ് പരകായ പ്രവേശ പട്ടിയിൽ നിന്ന് ചെന്നായിലേക്ക്. ഓർമ്മിക്ക് നിങ്ങളോട് മനുഷ്യർ കാണിച്ച അനീതി. ഓർമ്മിക്ക് ഓർമ്മ പകയാവട്ടെ, പക വെറുപ്പാവട്ടെ, അത് പ്രതികാരമാവട്ടെ. അത് നിന്റെ മിടുക്ക്. കൂട്ടരെ എല്ലാരും വരൂ. കഴിഞ്ഞത് കഴിഞ്ഞു. പണ്ട് വുൾഫർ പറഞ്ഞതുപോലെ മനുഷ്യർ നിങ്ങളെ പുറത്താക്കി, ആട്ടി ഓടിച്ചിട്ട് തല്ലി കൊന്നു. നിങ്ങളുടെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും കിട്ടിയ സമ്മാനം. ഇനി നിങ്ങളുടെ ഊഴം വിടരുത് ഒന്നിനെയും. നമ്മുടെ പൂർവികരുടെ വീര്യം ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കണം. അതെ, കണ്ണ് ചുവപ്പിക്കുക, പല്ല് കടിച്ചു പിടിക്കണം, എന്നിട്ട് ഇതുപോലെ ഉറക്കെ ഊരിയിട്. ഞങ്ങളത് ചെയ്തിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. അപ്പൊ നമുക്ക് 8ന്റെ പണി ഉറപ്പാ. ഇതാണ് യുദ്ധം, ഇതാണ് തീവ്രവാദം, ഇതാണ് സംഘർഷം. ആ പരമൻ കുറുക്കൻ ഒരു കൊടും ക്രിമിനലാ. ഒരാളുടെ മലിനമായ മനസ്സും ചിന്തയും മറ്റുള്ളവരിലേക്ക് പകർത്തുക. പൂച്ചയും എലിയും വളരെ ആരോഗ്യപരമായ ഒരു ഇരുപ്പുവശത്തിലാണിപ്പോൾ. അല്ലാതെ തല്ലി തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല. അതാണ് മ്യാവോടെ തടിക്ക് നല്ലത്. അതെ, ലോകത്തിൽ ശാന്തി ഉണ്ടാക്കാൻ ആരെങ്കിലും 2 തല്ല് കൊള്ളുന്നത് നല്ലതാണ് കുട്ടി. ശാന്തി, ശാന്തി. അവരുടെ തന്ത്രം നമ്മൾ പൊളിക്കും. പൊളിച്ചില്ലെങ്കിൽ പിന്നെ നന്മയ്ക്ക് എന്ത് വില? ചെന്നായിയുടെ പ്രേതം കയറിയ പട്ടിബ്രോനെ നമ്മൾ തളയ്ക്കും. വാ, നമുക്ക് തന്ത്രം മെനയാം, പരമരഹസ്യമായി, ആരും അറിയാതെ. എന്നാൽ വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം നമ്മുടെ തന്ത്രം മെനയം. ഈ കുറിഞ്ഞിപ്പരുന്തിനെ കാണുന്നില്ലല്ലോ. ജോണി, പണി വാളുവോ? ഇതൊരു അപകടം പിടിച്ച കളിയാ. ഒത്താലൊത്തു ഒരു പരീക്ഷണം. ഹോ, എത്തിപ്പോയി. എന്തായി കാര്യങ്ങള്? നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം ഓക്കെ. എന്താ അവരുടെ പരിപാടി? പറയാം. മനുഷ്യരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് അവരുടെ മക്കളാണ്. അവർക്കൊട്ട് തന്നെ പൂശിക്കും. മക്കൾ, മരുമക്കൾ, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. പ്രതികാരം, അതാണ് മനസ്സിൽ. അതൊക്കെ കൊള്ളാം, പക്ഷേ നന്നായി സൂക്ഷിച്ചോണം. മനുഷ്യരുടെ പിള്ളേര് തൊട്ടാലേ അവരൊരു വക പൂശും. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആദ്യം കാണുന്നത് മനുഷ്യരുടെ മക്കളാണെങ്കിലും പശുവാണെങ്കിലും ഞങ്ങൾ പണി കൊടുക്കും. അവരിപ്പോ എത്തും. റെഡിയായില്ലേ? ഇപ്പോഴേ കേറിയിരുന്നേക്കാം. പേടിത്തൊണ്ടൻ. അയ്യോ, ആന കൊല്ലാൻ വരുന്നേ. അയ്യോ, രക്ഷിക്കണേ. ദൈവമേ, അയ്യോ, നാട്ടുകാരെ കൊന്നേ. അയ്യോ, ദാണ്ടെ നോക്കടാ, പിള്ളേരെ ആന കൊല്ലാൻ വരുന്നു. നിൽക്കാതെ കുരച്ചു ചാടി ആനയെ ഓടിക്കടാ, പിള്ളേരെ കൊല്ലും. പ്രതികാരം. മാങ്ങാത്തൊലി കുറയ്ക്കടാ. പണി പാളി. യവന്മാര് കൂറുമാറി. തടി തപ്പിയാലോ? പട്ടിയെന്നും പട്ടി. നിന്റെ മണ്ടം പദ്ധതി. ഓ, പിള്ളേര് രക്ഷപ്പെട്ടു. സമാധാനം. അല്ല ബ്രോ, ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ വന്നിട്ട് പിന്നെന്തിനാ ഞങ്ങളെ രക്ഷിച്ചത്? ഓ, അപ്പൊ ഒത്തുകളിയായിരുന്നല്ലേ? പാവം ഞങ്ങൾ കരുണ കാണിച്ചു. അയാളെ പറ്റിച്ചതൊന്നുമല്ല. ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളുന്ന ഏക ജീവി അത് നിങ്ങളാ. ചതിക്കാത്തവർ. നിങ്ങൾക്കൊരിക്കലും തിന്മയിൽ ജീവിക്കാൻ പറ്റില്ല. ആ പരമം കുറുക്കൻ ഞങ്ങളെ വഴി തെറ്റിച്ച് കാണും. താങ്ക്സ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം, പക, വെറുപ്പ് ഇതൊക്കെ ഉണ്ടാക്കുന്നവരെ നാം തിരിച്ചറിയണം. ജയിലൊരനുഭവമാ, കാട് പോലല്ല ആശാനെ. കൂട്ടുകാരെ, നമ്മുടെ ജീവിതം വെറുപ്പല്ല, പ്രതികാരമല്ല, യുദ്ധമല്ല, ബട്ട് സമാധാനം.